ഹായ് ഡിയേഴ്സ്, കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ ബിഫാം കോഴ്സുകളിലേക്കുള്ള ഒഴിവുകൾ CEE വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ കോളേജുകളിലെയും കോഴ്സുകളുടെ ഒഴിവുകളാണ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളുടെ മോപ്പപ്പ് അലോട്ട്മെന്റുകളാണ് അവസാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് വരുന്നത് സ്പോട്ട് അലോട്ട്മെന്റ് ആയിരിക്കും. അപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റുമായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ CEE വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് എന്നാണ് സ്പോട്ട് അലോട്ട്മെന്റ് എന്നുള്ളത്. അത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അപ്ഡേറ്റ്സ് ആയിട്ട് CEE വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. സാധാരണ സ്പോട്ട് അലോട്ട്മെന്റ് നടക്കുന്ന സമയത്ത് ഒരു റിപ്പോർട്ട് ചെയ്യേണ്ട റാങ്ക് സംബന്ധിച്ച വിവരങ്ങൾ CEE വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്താറുണ്ട്. ഇത്ര റാങ്കിൻ്റെ ഉള്ളിലുള്ള കുട്ടികളാണ് സ്പോട്ട് അലോട്ട്മെന്റിൽ പങ്കെടുക്കേണ്ടതെന്ന്, ഏതൊക്കെ സെന്ററുകളിലാണ് സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടാകുക എന്നുള്ള ഡീറ്റെയിൽസ് വിവരങ്ങളൊക്കെ തന്നെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറിലൂടെയോ നമ്മളെപ്പോഴും അപ്ഡേറ്റ്സ് ആയിട്ടിരിക്കുക. അപ്പോൾ സ്പോട്ട് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഓരോ കോളേജുകളിലെയും ബ്രാഞ്ചസുകളിലുള്ള ഒഴിവുകൾ ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ഏത് കോളേജിലാണ് നമുക്ക് പോയിട്ട് ചേരേണ്ടത് എന്നുള്ളൊരു ധാരണ എപ്പോഴും ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏതൊക്കെയാണ് നമ്മുടെ ഒഴിവുകൾ, ഓരോ ബ്രാഞ്ചസിലും ഉണ്ടാകുന്ന ഒഴിവുകൾ എത്രയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. നമ്മളിടുന്ന ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയ വിദ്യാർത്ഥികളെ, ഓരോ കോളേജുകളുടെയും ഒഴിവുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് കോഴ്സുകളുടെ ഡീറ്റെയിൽസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാറ്റഗറി വൈസ് ആയിട്ടാണ് ഇവിടെ ഒഴിവുകൾ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ്, കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് ആലപ്പുഴ ബിഫാം കോഴ്സാണ്. അതായത് ജനറൽ മെറിറ്റിൽ 6 ഒഴിവുകളും ഈഴവയിൽ 1 ഒഴിവുമാണുള്ളത്. നെക്സ്റ്റ്, കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽസ് കണ്ണൂർ ജനറൽ മെറിറ്റിൽ 6 ഒഴിവുകളുണ്ട്, ഈഴവയിൽ 2 ഒഴിവുകളുണ്ട്. മുസ്ലിം കാറ്റഗറിയിൽ 1 ഒഴിവ്, ലാറ്റിൻ കാറ്റലിറ്റിക്കിൽ 1 ഒഴിവ്, ബാക്ക്വേർഡ് ഹിന്ദുവിൽ 1 ഒഴിവ്. ഇവിടെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഒഴിവുകളെല്ലാം ഉണ്ട്, വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. SC ST വിഭാഗത്തിൽ ഓരോ ഒഴിവ് വീതമുണ്ട്. അതുപോലെ തന്നെ VK KU KN വിഭാഗത്തിൽ ഓരോ ഒഴിവ് വീതമാണുള്ളത്. ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോഴിക്കോട് കോളേജുകളിൽ ജനറൽ മെറിറ്റിൽ 3 ഒഴിവുകളും SC വിഭാഗത്തിൽ 1 ഒഴിവുമാണുള്ളത്. അതുപോലെ തന്നെ കോട്ടയം കോളേജുകളിൽ ജനറൽ മെറിറ്റിൽ 10 ഒഴിവുകളുണ്ട്, ഈഴവ വിഭാഗത്തിൽ 3, മുസ്ലിം 4 ഒഴിവ്, SC വിഭാഗത്തിൽ 1 ഒഴിവ് വീതമാണുള്ളത്. അതുപോലെ തന്നെ തിരുവനന്തപുരം ഫാർമസ്യൂട്ടിക്കൽസ് കോളേജുകളിൽ 20 ഒഴിവുകളാണ്, SC ST വിഭാഗത്തിൽ 3ഉം 1 ഒഴിവ് വീതമാണുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഡയറി ടെക്നോളജിയിൽ ഇടുക്കിയിലെ കോളേജുകളിൽ ജനറൽ വിഭാഗത്തിൽ 1 ഒഴിവാണുള്ളത്, ഈഴവയിൽ 2 ഒഴിവുകളുണ്ട്, മുസ്ലിംസ് 1 ഒഴിവ്, ബാക്ക്വേർഡ് ഹിന്ദുവിൽ 1 ഒഴിവ് വീതമുണ്ട്, വിശ്വകർമ്മയിൽ 1 ഒഴിവ്, SC കാറ്റഗറിയിൽ 1 ഒഴിവ് വീതമാണുള്ളത്. ഇനി ഇതേപോലെ തന്നെ ഡയറി സയൻസ് പൂക്കോട് ക്യാമ്പസ് വയനാടിലുള്ള കോളേജുകളിൽ ജനറൽ വിഭാഗത്തിൽ 4 ഒഴിവുകളുണ്ട്, SC വിഭാഗത്തിൽ 2 ഒഴിവുകളുമാണുള്ളത്. അത് അടുത്തതായിട്ട് കോളേജ് ഓഫ് ഡയറി സയൻസ് തിരുവനന്തപുരത്ത് ജനറൽ വിഭാഗത്തിൽ 3 ഒഴിവുകളാണ്, ഈഴവ മുസ്ലിം വിഭാഗത്തിന് 1 ഒഴിവ് വീതമാണുള്ളത്. അടുത്തതായിട്ട് കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജി ചാലക്കുടിയിൽ ഫുഡ് ടെക്നോളജി കോഴ്സിൽ 2 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ സ്കൂൾ ഓഫ് ഓഷ്യൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫുഡ് ടെക്നോളജി കോഴ്സിന് തന്നെ ജനറൽ മെറിറ്റിൽ 3 ഒഴിവുകൾ, ഈഴവ 1 ഒഴിവ്, മുസ്ലിം കാറ്റഗറിയിൽ 2 ഒഴിവുകൾ വീതമാണുള്ളത്. ഇനി നമുക്ക് എഞ്ചിനീയറിംഗ് ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാവുന്നതാണ്. ആദ്യം എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിലെ ഒഴിവുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികളെ. ഞാൻ ജനറൽ മെറിറ്റ് മാത്രം വേഗം വായിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ EWS അതേഴ്സ് എന്ന് പറയുമ്പം EWSലുള്ള ഒഴിവുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ CS വിഭാഗത്തിൽ 2 ഒഴിവുകളാണ് ജനറൽ വിഭാഗത്തിലുള്ളത്, ECയിൽ 1 ഒഴിവാണുള്ളത്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ 3 ഒഴിവുകളുണ്ട്, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ 8 ഒഴിവുകളാണുള്ളത്, മെക്കാനിക്കലിൽ 2 ഒഴിവുകളാണുള്ളത്. ഇതുപോലെ തന്നെ SC വിഭാഗത്തിനും 1 ഒഴിവ് വീതം എല്ലാ കോഴ്സുകളിലും ഉണ്ട്. അപ്പൊ അതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈഴവ കാറ്റഗറീസിലും ഉണ്ട് ഒഴിവുകളുടെ എണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. CS-ന് 1 ഒഴിവ് വീതമുണ്ട്, EC-ക്ക് 3 ഒഴിവാണ്, EE-ക്ക് 5 ഒഴിവുകളുണ്ട്, IT-ക്ക് 2 ഒഴിവുകളുണ്ട്,
MAക്ക് 6 ഒഴിവാണ് ഈഴക കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ കാറ്റഗറി വൈസ് ആയിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ EWS വിഭാഗത്തിൽ ECക്ക് 1 ഒഴിവുണ്ട്. MEയിലും മെക്കാനിക്കലിൽ EWSർക്ക് 3 ഒഴിവുണ്ട്. ITയിലും 1 ഒഴിവ് വീതമുണ്ട്. അടുത്തത് കേളപ്പാജി കോളേജ് ഓഫ് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിൽ ജനറൽ 2 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ ഫുഡ് ടെക്നോളജിയിൽ 4 ഒഴിവുകളുണ്ട്. ഇതേപോലെ തന്നെ കാറ്റഗറി വൈസ് ആയിട്ടും ഇവിടെ ഒഴിവുകൾ കൊടുത്തിട്ടുണ്ട്, വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാനാണ്. SC കാറ്റഗറിയിൽ 3 ഒഴിവുകളുണ്ട്. ഇനി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോടുള്ളതിൽ AEക്ക് ജനറൽ മെറിറ്റിൽ 8 ഒഴിവുകളുണ്ട്. അതുപോലെ CEക്ക് 2 ഒഴിവുകളാണുള്ളത്. കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 3 ഒഴിവുകളുണ്ട്. ECക്ക് 2 ഒഴിവുകളാണുള്ളത്. ഇവിടെയും ഈഴവ കാറ്റഗറിയിൽ AEക്ക് 5 ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയർ 2 ഒഴിവുകൾ, ഓരോ ഒഴിവ് വീതം EC ആൻഡ് മെക്കിന് ഉണ്ട്. മുസ്ലിം കാറ്റഗറിയിലും ഒഴിവുകളുണ്ട്. AEക്ക് 1 ഒഴിവ് വീതമുണ്ട്. CHന് 2 ഒഴിവുണ്ട്. മെക്കിന് 1 ഒഴിവ് വീതമാണുള്ളത്. അപ്പൊ ഇവിടെ EWSകാർക്കും ഉണ്ട് ഒഴിവുകൾ. സിവിൽ എഞ്ചിനീയറിംഗിന് 2 ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 1 ഒഴിവുണ്ട്. അതുപോലെ തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലും 1 ഒഴിവ് വീതമുണ്ട്. ബാക്കിയുള്ള കാറ്റഗറിയിലൊക്കെ തന്നെ SCക്കൊക്കെ ഓരോ ഒഴിവ് വീതമുണ്ട്. ഇപ്പൊ നമുക്ക് കണ്ണൂരിലുള്ള കോളേജുകളിൽ ഗവൺമെന്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരും ഉണ്ട്. ജനറൽ വിഭാഗത്തിനുള്ള ഒഴിവുകൾ നോക്കാവുന്നതാണ്. CEക്ക് 1 ഒഴിവുണ്ട്. CSന് 4 ഒഴിവുണ്ട്. ECക്ക് 5 ഒഴിവുണ്ട്. MAക്ക് 3 ഒഴിവുകളാണുള്ളത്. വിദ്യാർത്ഥികൾ പ്രത്യേകം നോട്ട് ചെയ്യുക. ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോട്ടയത്തെ കോളേജുകളിൽ ഇതേപോലെ തന്നെയാണ്. CEക്ക് 6 ഒഴിവുണ്ട്. CSന് 1 ഒഴിവ് വീതമാണ്. ECക്ക് 4, EEക്ക് 4, മെക്കിന് 2 ഒഴിവാണുള്ളത്. അടുത്തതായിട്ട് MSCയിലെ ഒഴിവുകളാണ് നമ്മൾ നോക്കുന്നത്. CEക്ക് 2 ഒഴിവുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ 1 ഒഴിവാണുള്ളത്. അതുപോലെ CSന് 1 ഒഴിവ് വീതമാണ്. ECക്ക് 2 ഒഴിവുണ്ട്. EEക്ക് 4 ഒഴിവാണ്. മെക്കിന് 5 ഒഴിവുകളാണ്. കാറ്റഗറി വൈസ് ആയിട്ടും SC STക്ക് ഇവിടെ ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ എക്സ് സർവീസിൽ 1 ഒഴിവ് വീതമുണ്ട്. അതായത് EEക്ക് എക്സ് സർവീസിൽ 1 ഒഴിവാണുള്ളത്. NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട് CEക്ക് 5 ഒഴിവാണ് ജനറൽ മെറിറ്റ് ഉള്ളത്. CSൽ 1 ഒഴിവാണുള്ളത്. അതുപോലെ തന്നെ EEക്ക് 3 ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ ICക്ക് പാലക്കാട് തന്നെ 7 ഒഴിവുകളുണ്ട് ജനറൽ മെറിറ്റ്സിൽ. മെക്കാനിക്കലില് 2 ഒഴിവുകളാണുള്ളത്. അടുത്തതായിട്ട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടുള്ളത് CEക്ക് ജനറൽ മെറിറ്റിൽ 12 ഒഴിവുകളാണ്. CSന് 1 ഒഴിവാണുള്ളത്. ECക്ക് 5 ഒഴിവാണുള്ളത്. EEക്ക് 3 ഒഴിവുണ്ട്. ITക്ക് 1 ഒഴിവാണുള്ളത്. മെക്കിന് 4 ഒഴിവുകളുണ്ട്. അതുപോലെ തന്നെ ഈഴവ കാറ്റഗറിയിലും മുസ്ലിം കാറ്റഗറിയിലും ഒക്കെ തന്നെ ഒഴിവുണ്ട്. അതുപോലെ തന്നെ EWSകാർക്ക് ഓരോ ഒഴിവ് വീതമുണ്ട്. CEക്കും മെക്കാനിക്കലിനും ഓരോ ഒഴിവ് വീതമാണുള്ളത്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ ഒഴിവുകളുണ്ട്. CEക്ക് 5 ഒഴിവുണ്ട്. കെമിക്കൽ എഞ്ചിനീയറിന് ഓരോ ഒഴിവ് വീതമാണ്. CSന് 2 ഒഴിവുണ്ട്. ECക്ക് 1 ഒഴിവ്. EEക്ക് 2 ഒഴിവുണ്ട്. മെക്കാനിക്കൽ 3 ഒഴിവുണ്ട്. പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിൽ 5 ഒഴിവാണുള്ളത്. ഇവിടെ സ്പോർട്സ് കോട്ടയിൽ 1 ഒഴിവുണ്ട്. ECക്ക് 1 ഒഴിവുണ്ട്. TKM കോളേജിലെ ഒഴിവുകളുടെ എണ്ണം സിവിൽ എഞ്ചിനീയറിംഗിൽ 5 ഒഴിവുണ്ട്. CHല് 3 ഒഴിവുണ്ട്. CSല് 3 ഒഴിവുണ്ട്. ECക്ക് 6 ഒഴിവാണ്. ജനറൽ മെറിറ്റിലുള്ള ഒഴിവുകളാണുള്ളത്. അതുപോലെ തന്നെ EEക്ക് 3 ഒഴിവുണ്ട്. മെക്കാനിക്കലിന് 5 ഒഴിവുകളാണ് TKMലുള്ളത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ നോട്ട് ചെയ്യുക. ധാരാളം ജനറൽ വിഭാഗത്തിൽ തന്നെ ഒഴിവുകളുണ്ട്. ഓരോ ബ്രാഞ്ചസിലുള്ള ഒഴിവുകളുടെ എണ്ണം നോക്കിയിട്ടാണ് നമ്മൾ സ്പോട്ട് അലോട്ട്മെന്റ് ഏത് കോളേജ് ആയിരിക്കും നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. TRV കോളേജ് അതായത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർട്ടൺ ഹില്ലിലുള്ള ഒഴിവുകളുടെ എണ്ണമാണ്. ജനറൽ വിഭാഗത്തിൽ CEയിൽ 5 ഒഴിവുണ്ട്. ECക്ക് 1 ഒഴിവാണ്. EEക്ക് 3 ഒഴിവാണ്. ITക്ക് 4 ഒഴിവുണ്ട്. മെക്കിന് 2 ഒഴിവുകളാണുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SC കാറ്റഗറി വിഭാഗത്തിലും ഉണ്ട് ഒഴിവുകളുണ്ട്. കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്തുള്ളതിൽ നമുക്ക് AEക്ക് ജനറൽ വിഭാഗത്തിൽ 3 ഒഴിവുണ്ട്. CEക്ക് 6 ഒഴിവുകളുണ്ട്. CSൽ 1 ഒഴിവാണുള്ളത്. ECക്ക് 1 ഒഴിവുണ്ട്. EEക്ക് 1 ഒഴിവുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ 3 ഒഴിവുണ്ട്. മെക്കിൽ ഓരോ ഒഴിവാണ്. SC വിഭാഗത്തിലും ഒഴിവുകളുണ്ട്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടി ഒഴിവുകളുടെ എണ്ണം CSൽ 2 ഒഴിവുണ്ട്. ECക്ക് 8 ഒഴിവുണ്ട്. EEക്ക് 6 ഒഴിവുണ്ട്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 7 ഒഴിവാണുള്ളത്. ഇവിടെയും ഈഴവ കാറ്റഗറിയിലൊക്കെ തന്നെ കൂടുതലായിട്ട് ഒഴിവുകളുണ്ട്. മുസ്ലിം കാറ്റഗറിയിലും ഉണ്ട് ഒഴിവുകളുടെ എണ്ണം ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ SC കാറ്റഗറിയിലും ഒഴിവുകളുണ്ട്. EWS വിഭാഗത്തിൽ എല്ലാ കോഴ്സിലേക്കുമായിട്ട് ഓരോ ഒഴിവ് വീതമാണുള്ളത്. മെക്കാനിക്കലിൽ 2 ഒഴിവാണുള്ളത് EWSകാർക്ക്. അടുത്തത്
ഗവൺമെന്റ് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയം ആർക്കിടെക്ചർ കോഴ്സുകളിലെ ഒഴിവാണുള്ളത്. ഇവിടെ ഓരോ ഒഴിവാണ്. ജനറൽ വിഭാഗക്കാർക്ക് ഒരു, ഇഴവയിൽ ഒരു ഒഴിവാണുള്ളത്. അതുപോലെ തന്നെ തൃശ്ശൂരുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ആർക്കിടെക്ചർ വിഭാഗത്തിൽ ഒരു ഒഴിവാണുള്ളത്. അപ്പൊ പ്രിയ വിദ്യാർത്ഥികളെ, നമുക്ക് സ്പോട്ട് അലോട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒഴിവുകളുടെ എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ വിദ്യാർത്ഥികൾക്ക് ഇത് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. സ്പോട്ട് അലോട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ CEE വെബ്സൈറ്റിൽ ഉണ്ടാവുന്നതായിരിക്കും. ഏത് റാങ്ക് മുതൽ ഏത് റാങ്ക് വരെ എന്നുള്ള കാര്യങ്ങൾ അവർ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് അവരുടെ റൂൾസ് അനുസരിച്ചിട്ടായിരിക്കും സ്പോട്ട് അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നത്. സാധാരണ ഏതെങ്കിലും സെന്ററുകളിൽ വെച്ചായിരിക്കാം ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതത് കോളേജുകളിലാവാം. അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങൾ ന്യൂസ് പേപ്പർ കാര്യങ്ങൾ എല്ലാം തന്നെ അപ്ഡേറ്റ്സ് ആയിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളിടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങളുടെ ലൈക്കും നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.